നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിലെല്ലാമുള്ള രണ്ട് അടിപൊളിയായ ഉപകാരങ്ങളെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. ഈ ഒരു ടിപ്പെല്ലാം കുറേ അധികം പേരെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകില്ല. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളും ഈ ഒരു കാര്യമെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൺട്രോൾ സെൻറ്റർ എല്ലാം ഇതുപോലെ താഴേക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ടോർച്ചിൻ്റെ ഐക്കണെല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടോർച്ച് ഓൺ ചെയ്യാനും അതുപോലെ ഇവിടെ ഒരു ഡ്രാഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്കിത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ടോർച്ചിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാം തന്നെ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് എല്ലാം തന്നെ കുറയ്ക്കാനും കൂട്ടാനും എല്ലാം സാധിക്കും. അപ്പോൾ ഇത് പലരും ഇത് ചെയ്തു നോക്കിയിട്ടുണ്ടാകില്ല. ജസ്റ്റ് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു, ഇത്രയെല്ലാം ആയിരിക്കും ചെയ്യുക. എന്നാൽ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ സെർച്ച് എന്നതിൽ പോയി ഫ്ലാഷ് എന്ന് സെർച്ച് ചെയ്യുക. ഇത്തരത്തിൽ ഫ്ലാഷ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വീണ്ടും ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഒന്നാമതായി ക്യാമറ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എല്ലാം നോട്ടിഫിക്കേഷൻ എല്ലാം വരുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാണും. ഇത്തരത്തിൽ നമുക്ക് രാത്രിയെല്ലാം ആണെങ്കിലെല്ലാം ഇങ്ങനെ ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം വരുമ്പോൾ നമ്മുടെ ക്യാമറയുടെ ഫ്ലാഷ് എല്ലാം തന്നെ ഇതെല്ലാം തന്നെ ബ്ലിങ്ക് ചെയ്യും. അതായത് ഇതുപോലെ നമുക്ക് തിളങ്ങുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ഒരു കാര്യം ഓൺ ചെയ്ത് വയ്ക്കുന്നത് കുറേ അധികം പേർക്കെല്ലാം ഉപകാരമായിരിക്കും. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ താഴെ വന്നിരിക്കുന്ന സ്ക്രീൻ ഫ്ലാഷ് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓൺ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്ക്രീൻ ഇതുപോലെ ഫ്ലാഷ് ആകും. നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് ആ ഒരു കളർ ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം അത് സെറ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ഇവിടെ ഈ ഒരു കളറെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു കളറെല്ലാം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം വരുന്ന സമയത്ത് ഇവിടെ ബ്ലിങ്ക് ആവും. ഇനി നമുക്ക് ഇവിടെ ഓൾ ആപ്ലിക്കേഷൻ എന്ന് കൊടുത്താണ് നമ്മൾ ഈ ഒരു കളറെല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു സ്ക്രീനിൻ്റെ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എല്ലാ ആപ്ലിക്കേഷനിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഇവിടെ ഇതുപോലെ ഈ ഫ്ലാഷ് എല്ലാം തന്നെ വരുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഇത് വേണ്ട, ചില ആപ്ലിക്കേഷൻ മാത്രമായി സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ആപ്ലിക്കേഷൻ എന്നതിൽ പോയി നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ മാത്രമായി സെലക്ട് ചെയ്യാം. തീർച്ചയായും ഈ ഒരു കാര്യമെല്ലാം അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക.